പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ ലഹരിക്കടിമയായ ആളുകളുടെ കൊലപാതകങ്ങളാണ്. അവരിങ്ങനെ ഈ നാട് മുഴുവൻ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ദിവസവും കേൾക്കുന്ന വാർത്തകൾ. ക്രൂര കൊലപാതകങ്ങൾ, ആക്രമണങ്ങൾ, ഇതെല്ലാം സിനിമയുടെ എഫക്റ്റാണ്. ചില സിനിമകൾ കണ്ടിട്ട് ഇവരത് അനുകരിക്കുന്നു. പണ്ടും അങ്ങനെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. സിനിമ കണ്ടിട്ട് ഒക്കെ ആളുകൾ ആ രീതിയിൽ പെരുമാറുന്നു, അല്ലെങ്കിൽ അതുപോലെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സിനിമയെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പം പല കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ദൃശ്യം മോഡൽ കൊല എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അതിപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒന്നായി മാറിയിരിക്കുന്നു. ഈ സിനിമ പഴയ നമ്മളൊരു 5 വർഷം എടുത്തു കഴിഞ്ഞാൽ സിനിമയുടെ രീതിയും അല്ലെങ്കിൽ സിനിമയിലെ കഥാപാത്രങ്ങൾ, എല്ലാ കഥാപാത്രങ്ങളും ദുഷ്ടകഥാപാത്രങ്ങളാകുന്ന തരത്തിലുള്ള സിനിമകൾ വരുന്നു. കൊല്ലും കൊലയും വയലൻസും ഒക്കെ വല്ലാത്ത തരത്തിൽ ആ സിനിമയിലുണ്ടാകുന്നു. അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു. ആ തരത്തിലുള്ള സിനിമകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സംവിധായകർ പോലും പറയുന്നു ഇനി നമുക്ക് അങ്ങനെയുള്ള സിനിമകൾ വേണ്ട, അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാതിരിക്കണം എന്ന് മുതിർന്ന സംവിധായകർ പറയുന്നു. രാഷ്ട്രീയ നേതാക്കൾ പറയുന്നു അത്തരം സിനിമകൾ ചെയ്യരുത്. കാരണം അത്തരം സിനിമകൾ ചെയ്യുമ്പോൾ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗം കൂടുന്നു. ആളുകൾ ആ രീതിയിൽ സിനിമയെ അനുകരിച്ചുകൊണ്ട് സമൂഹത്തിൽ വലിയ കുഴപ്പമുണ്ടാക്കുന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കുഴപ്പത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കുറേ സിനിമകളുടെ പേര് പറയുന്നുണ്ട്. മാർക്കോ, കിങ് ഓഫ് കൊത്ത, അതുപോലെ RDX, അതുപോലെ പണി, ഇങ്ങനെ കുറേ സിനിമകൾ. ഇതിനെല്ലാം തുടക്കം കുറിച്ചുകൊണ്ട് ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. അതിനെ ഈ ഇടുക്കി ഗോൾഡ് ഈ കഞ്ചാവിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു സിനിമ. അപ്പോൾ അത്തരം സിനിമകളൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് ഈ സിനിമ കാണുന്നത് യുവതലമുറയാണല്ലോ. എപ്പോഴായാലും ഒരു 25 വയസ്സിനിടയ്ക്കുള്ള ചെറുപ്പക്കാരാണ് ആദ്യ ദിവസങ്ങളിൽ സിനിമ കാണാനായിട്ട് പോകുന്നത്. പിന്നീടാണ് കുടുംബം ആയിട്ടുള്ള ആളുകളൊക്കെ പോകുന്നത്. അവരെ സ്വാധീനിക്കുന്നില്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് ഇതിൻ്റെയൊക്കെ ഈ റീൽസുകളൊക്കെ ഇങ്ങനെ വരുന്നു, ഷോർട്സൊക്കെ വരുന്നു. ആ സമയത്ത് അവരെ വല്ലാതെ സ്വാധീനിക്കുക. യഥാർത്ഥത്തിൽ സിനിമയാണോ ഇവിടെ വില്ലൻ? സിനിമയാണോ വില്ലൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ നിന്ന് ക്രൈം ഉണ്ടാകുന്നുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. സിനിമ കണ്ട ശേഷം അതിനെ അനുകരിച്ചുകൊണ്ടുള്ള ക്രൈം ഇവിടെ നടക്കുന്നുണ്ട്. അത് പോലീസിൻ്റെ കുറ്റപത്രത്തിലും പലതവണ എഴുതി കയറിയ സാധനമാണ്. ഇപ്പോൾ വിഷ്ണുപ്രിയ കൊലപാതകം, പയ്യന്നൂർ, പിന്നെ വിഷ്ണുപ്രിയയുടെ കൊലപാതകം. വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയത് 5-ാം പാതിര സിനിമ കണ്ടിട്ടുള്ള പ്രചോദനമാണ് ഈ കൊലപാതകത്തിലേക്ക് തന്ത്രങ്ങൾ മെനയാൻ തന്നെ സഹായിച്ചത് എന്ന് ശ്യാംജിത്തിൻ്റെ മൊഴിയുണ്ട്. അത് ആ കുറ്റപത്രത്തിലുള്ള സാധനമാണ്. തലശ്ശേരി കോടതിയിൽ, തലശ്ശേരി സെഷൻസ് കോടതിയാണ് അതിൻ്റെ വാദം നടന്നത്. ആ സെഷൻസ് കോടതിയുടെ വാദത്തിൽ വളരെ കൃത്യമായി കോടതിയിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതി പറഞ്ഞ മൊഴിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ സാധനം. ഈ മാർക്കോ എന്ന് പറയുന്ന, ക്ഷമിക്കണം, 5-ാം പാതിര എന്ന സിനിമയാണ് എന്നെ ഇതിന് പ്രചോദനം ആയി മാറിയത് എന്നുള്ളത്. അപ്പോൾ സിനിമയിൽ നിന്ന്, സിനിമയെ അനുകരിക്കുന്ന ക്രൈം ഇവിടെ നടക്കുന്നുണ്ട്. ക്രൈമിൽ നിന്ന് സിനിമ ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. സാധാരണ സിനിമാക്കാർ പറയുന്നത് ഞങ്ങളിത് ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഇങ്ങോട്ട് പകർത്തുകയാണ്. അതെ, സിനിമ പലപ്പോഴും സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമയാകുന്നത്. അതേസമയം തന്നെ സിനിമയെ ആസ്പദമാക്കിക്കൊണ്ട് ഇപ്പം മറ്റേതെങ്കിലും സ്ഥലത്ത് സംഭവിച്ച ഒരു കാര്യമായിരിക്കും, മറ്റേതെങ്കിലും സ്ഥലത്ത് സംഭവിച്ച ഒരു കാര്യം അതിനെ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ സിനിമയാക്കുമ്പോൾ അതേ സംഭവം ഇവിടെയും ആവർത്തിക്കുന്ന രീതി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ 8 തോട്ടൈകൾ എന്ന് പറയുന്ന സിനിമയാണ് ഇവിടെ കൊറോണ പേപ്പേഴ്സായിട്ട് ഷൈൻ നിഗം പിന്നെ അഭിനയിച്ച സിനിമ. 8 തോട്ടൈകൾ എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലിറങ്ങിയ വലിയ ഹിറ്റായിട്ടുള്ള, വലിയ ശ്രദ്ധ ആകർഷിച്ച, കയ്യടി നേടിയ ഒരു പടമാണ്. പക്ക ക്രൈമാണത് പറയുന്നത്. 8 വെടിയുണ്ട ഉള്ള ഒരു തോക്ക് ഒരു പോലീസ് ഓഫീസറുടെ നിന്ന് കാണാതാവുകയും പിന്നീട് അവിടെ 8 കൊലപാതകം നടക്കുകയും ചെയ്യുന്നു. ഓരോ ബുള്ളറ്റും ഓരോ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ ആ ബുള്ളറ്റുകളെല്ലാം പോലീസിൻ്റെ ബുള്ളറ്റാണ്. ഇതാണ് അതിൻ്റെ കഥ, പശ്ചാത്തലം. അതാണ് കൊറോണ പേപ്പേഴ്സായിട്ട് ഇവിടെ എടുത്തത്. അതേ രീതിയിൽ പോലീസിൻ്റെ ഒരു കുട്ടി തട്ടിക്കൊണ്ട് പോകുന്നതാണ് തോക്ക്. ഒരു ചെറിയ കുട്ടി തോക്ക് അടിച്ചുകൊണ്ട് പോവുകയാണ് ബസ്സിലെ തിരക്കിനിടയിൽ. അങ്ങനെയാണ് കഥ. അപ്പോൾ മറ്റൊരു സ്ഥലത്ത് സംഭവിച്ച, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് സംഭവിച്ച ഒരു ക്രൈം കൊണ്ടുവന്ന് ഇവിടെ സിനിമയാക്കുമ്പോൾ ഈ സിനിമയെ അനുകരിക്കാൻ എന്ത് ചെയ്യുന്നു? അതായത് നമ്മുടെ പശ്ചാത്തലം വെച്ചാണ് ഇത് പറയുന്നത്. അവർ മറ്റേതെങ്കിലും ഭാഷയിൽ കണ്ടു കഴിഞ്ഞാൽ അവരിതിനെ അനുകരിക്കില്ല. ഇപ്പം കൊറിയൻ ഭാഷയിൽ കണ്ട പടം ഇവിടെ എന്തുകൊണ്ട് ആരും അനുകരിക്കുന്നില്ല? കൊറിയയിൽ ഇറങ്ങുന്നുണ്ടല്ലോ പടം. കൊറിയൻ ചിത്രങ്ങൾ ഇതിനേക്കാൾ വയലൻസാണ് കാണിക്കുന്നത്. അപ്പം അത്രയും വയലൻസ് കാണിച്ചിട്ട് ഇവിടെ അതൊന്നും ആരും അനുകരിക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ പശ്ചാത്തലത്തിൽ ഇറങ്ങുന്ന, ആ ജോഗ്രഫിയിൽ ഇറങ്ങുന്ന വ്യത്യാസമുണ്ട്. അതെ, അത് തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന ആ പശ്ചാത്തലത്തിൽ ഇറക്കുമ്പോൾ ഇവിടെ പ്രചോദനം ആവുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ക്രൈം എടുത്ത് സിനിമ ആവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മുടെ കേരള ക്രൈം ഫയൽസ്, പിന്നെ ഷിജു പാറയിൽ വീട് നീണ്ടകര എന്ന് പറയുന്ന ടാഗ് ലൈനോട് കൂടി ഇറങ്ങിയ വെബ് സീരീസ്, സിനിമ മോഡൽ വെബ് സീരീസ് തന്നെ, പിന്നെ ലാലൊക്കെ അഭിനയിച്ച സിനിമയായിരുന്നു.
കേരള ക്രൈം ഫയൽസ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ്, സിനിമ എന്ന് പറയാൻ പറ്റുന്ന വെബ് സീരീസാണ്. അത് എന്താണ് സംഭവം? അത് കഴിഞ്ഞ ഏതാണ്ട് ഒരു 10-12 കൊല്ലം മുമ്പ് കൊച്ചിയിലുണ്ടായ ഒരു ക്രൈമാണത്. അത് നടന്നൊരു കഥയാണ്. കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ലോഡ്ജിൽ ഒരു ദിവസം രാവിലെ അവിടുത്തെ പിന്നെ ഈ കെയർടേക്കറായിട്ടുള്ള പ്രവീൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയിട്ട് പറഞ്ഞു, അവിടെ 2ാമത്തെ നിലയിലെ മുറിയിലൊരു സ്ത്രീ പിന്നെ ഷോള് മുറുക്കി കൊലപ്പെടുത്തിയിരിക്കുന്നവരെ, അവർ സാരി മുറുക്കി കൊലപ്പെടുത്തിയിരിക്കുന്നു, ബോഡി അവിടെ കിടക്കുകയാണ് എന്ന് പറയുന്നു. പോലീസുകാർ നേരെ ഓപ്പോസിറ്റാണ് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ കൂടെ ഓടിക്കയറി ചെല്ലുമ്പോഴത്തേക്ക് കാണുന്നത് ഇവിടെ ഒരു പെണ്ണ് കിടക്കുന്നു. മരിച്ച ആളെ അപ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇതൊരു പോലീസുകാർക്കൊക്കെ അറിയാവുന്ന, അവിടെ പലപ്പോഴും രാത്രികാലങ്ങളിൽ ഈ പറയുന്ന പല ആണുങ്ങളോടും കൂടി റൂം എടുക്കുന്ന ഒരാളാണ് ആ സ്ത്രീ. അപ്പോൾ പോലീസുകാർക്ക് അറിയാം. പക്ഷേ കൂടെ വന്നതാരാണെന്ന് അറിയില്ല. ആ വന്ന ആളെ തേടിയുള്ള യാത്ര, അതാണ് കേരള ക്രൈം ഫയൽസ് പറയുന്നത്. ഇത് നടന്ന സംഭവമാണ്. അവൻ അവിടെ പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് ബിജു നെയ്യാറ്റിങ്കര എന്ന് പറയുന്ന ബിജു നെയ്യാറ്റിങ്കര എന്നുള്ളൊരു പേര് പറഞ്ഞിട്ടാണ് അവൻ അവിടെ റൂം എടുത്തത്. അവൻ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഓട്ടമായിരുന്നു പോലീസ് പിന്നീട് നോർത്ത് CIയും സംഘവും നടത്തിയ ഓട്ടം. അതാണ് കേരള ക്രൈം ഫയൽസ് ആയിട്ട് മാറിയിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്രൈം നടക്കുമ്പോൾ ക്രൈം ഈ സംഭവം ഞാൻ പിന്നീട് വിശദീകരിക്കാം, നമുക്കത് പറയണം. അത് പറയാം. അപ്പോൾ ഈ സംഭവം എടുത്ത് ഇവിടെ സിനിമയാക്കി ഇല്ലേ? അതുപോലെ തന്നെ ഈ സിനിമയിലെ മറ്റ് സിനിമകളിലെ ക്രൈമും അനുകരിക്കപ്പെടുന്നുണ്ട്. കുളിച്ച് വൃത്തിയായി എത്ര പേര് കൊലപാതകങ്ങൾ നടത്തി കുളിച്ച് വൃത്തിയായി പോകുന്ന അഫാൻ ഒരു സിനിമയിലെ രംഗമാണിത്. ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയിട്ട് കുളിച്ച് ശരീരശുദ്ധി വരുത്തുന്ന പിന്നെ നടൻ, അതൊരു സിനിമയിലെ കഥാപാത്രമാണ്. ചതിച്ച കാമുകിയെ കൊന്നുവെച്ച ശേഷം നോക്കിക്കൊണ്ടിരുന്ന കാമുകൻ, ഇതൊരു സിനിമയിലെ കഥാപാത്രമാണ്. കസേരയിൽ പിടിച്ചിരുത്തി അവളെ അവസാനം അവളുടെ അവളുടെ കാമുകിയുടെ അവസ്ഥ കൊണ്ട് കാമുകിയെ കൊലപ്പെടുത്തുകയും കാമുകിയുടെ മരണശേഷം കാമുകിയെ നോക്കിയിരിക്കുന്ന നടൻ. ഇതൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ പറയുന്ന പിന്നെ സിനിമയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുപോലെ എടുത്തുകൊണ്ട് പോവുകയാണ് പലരും. അല്ല, അതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം, മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിനകത്ത് ചർച്ച ചെയ്യാതെ പോയ ഒരു ഭാഗമുണ്ട്. അതായത് അവർ യഥാർത്ഥത്തിൽ പറഞ്ഞത് ലഹരിയുടെ ഉപയോഗം സിനിമാ രംഗത്ത് വളരെയധികം കൂടുതലാണ്, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. നമുക്ക് തന്നെ ഈ മലയാളത്തിലെ ഒരു വലിയ നടനുണ്ട്, അദ്ദേഹം ന്യൂജൻ സിനിമയിൽ അഭിനയിക്കാൻ പോയി. കൊച്ചിയിൽ ഷൂട്ടിന് വന്നപ്പോൾ മൊത്തം പുകമയമാണ്, അവിടെ മൊത്തം പുക. അതുപോലെ തന്നെ പലരും പല ദിശയിലേക്ക് നോക്കിയിരിക്കുന്നു. അപ്പം പുള്ളി അത്യാവശ്യം മദ്യപിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഷൂട്ട് നടക്കുന്നുമില്ല. രാവിലെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞമാർ വന്നിരിക്കും, ഇതൊക്കെ അടിക്കും, പോച്ചയൊക്കെ അടിച്ചിരിക്കുക. പിന്നെ ഏതെങ്കിലും ഉച്ച സമയത്തൊക്കെയാണ് 2 ഷോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ, നീയൊക്കെ ഇതൊക്കെ അടിച്ച് നീ എല്ലാം കൂടെ ചത്തുപോയത്, എൻ്റെ ഡേറ്റും തന്ന് എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഇത് മൊത്തം പുകയാണ്, പുക മാത്രം. പിന്നെ മറ്റേ രാസലഹരിയും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ സിനിമയുടെ അവസ്ഥ. അത് മാത്രമല്ല, സിനിമയിൽ മാത്രമല്ല, നമുക്കറിയാവുന്ന സിനിമാ നടന്മാരൊക്കെ ചിലരൊക്കെ ഇപ്പോൾ എന്താ പറയുന്നത്, ഇൻ്റർവ്യൂവിനൊക്കെ വന്നിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള നടന്മാർ അത് അവരുപയോഗിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം, പരസ്യമാണ്. അതുപോലെ തന്നെ ഈ ചെറുപ്പക്കാരെല്ലാം ലഹരിക്കടിമയാണ്. ഈ സിനിമ കണ്ടിട്ട് അനുകരിക്കുന്ന മിക്ക ആളുകളും, ഈ ക്രൈം ചെയ്യുന്ന ആളുകൾ, ചെറുപ്പക്കാരെല്ലാം ലഹരിക്കടിമയായ ആളുകളാണ്. ഇപ്പുറത്ത് ഈ കഥാപാത്രങ്ങളെ ചെയ്യുന്ന നടന്മാരും അല്ലെങ്കിൽ നടിമാരും ലഹരിക്കടിമകളായിട്ടുള്ള ഒട്ടേറെ ആളുകളുണ്ട്. ഈ ക്രൈം ചെയ്യുന്ന ആളുകളും ചെറുപ്പക്കാരും ലഹരിക്കടിമയാണ്. അങ്ങനെ ഒരു സാഹചര്യം കൂടെ നമുക്ക് കേരളത്തിലുണ്ട്. അത് ഞാൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞുതരാം. ഇത്തരം സിനിമകളിൽ ഇപ്പോൾ ഇറങ്ങുന്നിരിക്കുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി, ആ സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. സിനിമ കാണണം. ആ സിനിമയിലെ നായകനേക്കാൾ ഏറെ, അതായത് കുഞ്ചാക്കോ ബോബനേക്കാൾ ഏറെ ഇവർ ആഘോഷിക്കുന്നത് അതിലെ ക്രിസ്റ്റി എന്നാണെന്ന് എൻ്റെ ഓർമ്മ. ക്രിസ്റ്റി എന്ന് പറയുന്ന വില്ലനെയാണ്. അയാൾ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള അയാൾ പെൺകുട്ടികളെ വശത്താക്കുകയാണ്. അത് നല്ലൊരു സന്ദേശം കൊടുക്കുവാൻ വേണ്ടിയാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തിരിച്ചടിച്ചിരിക്കുന്നു. ആ സിനിമ നിങ്ങൾക്ക് തിരിച്ചടിച്ചു. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത്, നല്ല സിനിമയാണ്, പക്ഷേ അത് കുട്ടികളെ നിങ്ങൾ കാണിക്കരുത്. കുട്ടികളെ ഒരു കാരണവശാലും നിങ്ങൾ കാണിക്കാൻ പാടില്ല. കാണിച്ചു കഴിഞ്ഞാൽ അവരിതിനെക്കുറിച്ച് അന്വേഷിക്കും, ഇതെന്താണ് സാധനമെന്ന്. എങ്ങനെ, അതായത് പണ്ടൊക്കെ കാലഘട്ടം, ഈ കുറേ നാൾ മുമ്പ് ഈ പറയുന്ന MDMAയും മെത്താബിറ്റമിനും ഒക്കെ ഇറങ്ങുന്ന കാലഘട്ടത്തിന് മുമ്പ് പിന്നെ ഈ എങ്ങനെ പ്രണയിക്കണം എന്നുള്ളതിനെക്കുറിച്ച്, എങ്ങനെ ഒരാളെ പ്രണയിക്കാം അല്ലെങ്കിൽ എന്താ പറയുക പ്രണയത്തിൽ ആക്കാം എന്നുള്ളതിനുള്ള വഴികളൊക്കെ ഈ ഗൂഗിളിൽ തിരയുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനുള്ള മാർഗ്ഗം ഇതാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എളുപ്പത്തിൽ ഒരു പെൺകുട്ടിയെ വളയ്ക്കാനുള്ള മാർഗ്ഗം ഇതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ലഹരി ഉപയോഗിക്കുക.
എളുപ്പത്തിൽ, അതായത് വശത്താക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗ്ഗം ഇതാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല മാർഗ്ഗമെന്ന് ഒരു സിനിമ പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് അത് കാണിക്കാൻ പാടില്ല. അതേസമയം മാതാപിതാക്കൾ ഇത് കാണണം. മാതാപിതാക്കൾ കാണണമെന്ന് ഞാൻ പറയാനുള്ള കാരണം, ഈ സിനിമ കാണുമ്പോൾ കുട്ടിയുടെ ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലെ കുട്ടിക്ക് ഉണ്ടാകുന്ന മാറ്റം, നമ്മൾ ഇനിയിപ്പോൾ എത്ര സമ്പാദിച്ചിട്ടും എത്ര പണം ഉണ്ടാക്കിയിട്ടും സ്വന്തം വീട്ടിൽ സമാധാനം വേണമെന്നുണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങൾ നന്നായി പോകണ്ടേ? അതെ. അപ്പോൾ കുഞ്ഞിനുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം. ഒരു കാലഘട്ടത്തിൽ ഇത് ഈ പറയുന്ന പോലെ സിനിമ പലപ്പോഴും ഈ ലൈംഗികതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ലൈംഗികതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സിനിമകൾ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന സ്കൂൾ കുട്ടികളൊക്കെ തന്നെ ഇത് കാണാൻ വേണ്ടി പിന്നെ ടിക്കറ്റ് എടുത്ത് കയറാൻ തുടങ്ങി. ടിക്കറ്റ് എടുത്ത് ഈ സ്കൂൾ കുട്ടികളൊക്കെ ടിക്കറ്റ് എടുത്ത് കയറാൻ തുടങ്ങി. അന്നൊക്കെ ഈ പറയുന്ന ടിക്കറ്റുകളൊക്കെ സിനിമകൾ ധാരാളം ഇറങ്ങുകയും ചെയ്തിരുന്നു. ഇത് സാമ്പത്തിക വിജയം നേടുകയും ചെയ്തിരുന്നു. അത് കൂടുതൽ ഈ കുട്ടികൾ ഇതിൽ കയറുന്നു. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്നത് ഒരു തെറ്റായ ലൈംഗിക വിദ്യാഭ്യാസം അടിസ്ഥാനപരമായി കൊടുക്കേണ്ടതാണ് കുട്ടികൾക്ക്. ലൈംഗിക വിദ്യാഭ്യാസം നൽകണം കുട്ടികൾക്ക്. സ്കൂൾ തലം മുതൽ തന്നെ ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകണം. അല്ലെങ്കിൽ ഇവർ വേറെ രീതി. അപ്പോൾ തെറ്റായ ലൈംഗികതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സിനിമകൾ ധാരാളമായി ഇറങ്ങി. പിന്നീട് അത് ചെയ്യപ്പെട്ടു. പിന്നീട് സെൻസർ ചെയ്യപ്പെട്ടപ്പോൾ ഈ പടങ്ങളൊക്കെ തന്നെ പിന്നീട് ഇറങ്ങാതായി. അത്തരം സിനിമകൾ ഇറങ്ങാതിരുന്നിട്ടും കാര്യമൊന്നുമില്ല. വേറെ അത് പിന്നെ വിജയിക്കത്തില്ല. അതിൻ്റെ ഒറിജിനൽ ഇവിടെ ഈ പറയുന്ന പോലെ പല പിന്നെ സൈറ്റുകളിലും ഇറങ്ങി തുടങ്ങി. കയ്യിൽ ഈ മൊബൈൽ ഇരിക്കുന്നിടത്തോളം കാലം പിന്നെ ഇഷ്ടം പോലെ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസ് ഇറങ്ങി തുടങ്ങിയപ്പോൾ ഇത്തരം സിനിമകളുടെ പ്രാധാന്യം നശിച്ചു പോയി. ഇപ്പം ഇവിടെ ഉണ്ടാകുന്ന ഒരു സാധനം ഈ ക്രൈമുകൾ ഇപ്പം ഈ പറയുന്ന എല്ലാവരോടും വന്നിട്ട് പറയും അതിങ്ങനെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ സിനിമ ജീവിതമാണെന്ന് കരുതുന്ന, റിയാലിറ്റിയാണ് എന്ന് കരുതുന്ന, യാഥാർത്ഥ്യമാണ് സിനിമ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചില ആളുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ചില പിന്നെ സിനിമകൾ, അതായത് വളരെ ഈ പറയുന്ന പോലെ ഭയങ്കര ആക്ഷൻ സിനിമകളായിരിക്കും. ഈ പറയുന്ന നായകൻ ഈ പറയുന്ന എല്ലാവരെയും കൈകാര്യം ചെയ്ത് ഒരു മാസ് എന്താ പറയുക ഒരു ഗ്യാങ്സ്റ്റർ ആയിട്ട് നടക്കുന്ന ഒരു സിനിമ. ആ സിനിമ കണ്ട് ആ സിനിമയുടെ ഷോ കഴിഞ്ഞ് ആദ്യത്തെ ഷോ കഴിഞ്ഞ് അല്ലെങ്കിൽ മാറ്റിനി നൈറ്റിലെ ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഗേറ്റിന് വെളിയിൽ ഏകദേശം ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ നിങ്ങൾ മാറി നിന്ന് നോക്കിയാൽ മതി. ഇറങ്ങി വരുന്ന വാഹനങ്ങളുടെ സ്പീഡും അതിനുണ്ടാക്കുന്ന സൗണ്ട് ശ്രദ്ധിച്ചാൽ മതി. അത് ആ സിനിമയെ ബാധിച്ചത് കൊണ്ടാണ്. മനസ്സിലായോ? അവനിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു എക്സ്ട്രാ ഒരു സൂപ്പർ നാച്ചുറൽ പവർ അവൻ ആ 2 വീലറിൽ അത് കാണിക്കുന്നു. യങ്സ്റ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇറങ്ങി നിന്ന് ഒരു 100-200 മീറ്റർ മാറി നിന്നിട്ട് ശ്രദ്ധിച്ചാൽ മതി. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികളുടെ സ്പീഡും അതുണ്ടാക്കുന്ന ശബ്ദവും ഒക്കെ ശ്രദ്ധിച്ചാൽ മതി. അത് ആ സിനിമ അവനിലേക്ക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പവറാണ്. അതായത് താൻ അയാളാണെന്നുള്ള കുറച്ച് നേരമെങ്കിലും, അത് കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അത് അധികം നേരം ഉണ്ടാവില്ല എങ്കിലും ചിലരിൽ എന്ത് ചെയ്യും, ഇത് ദീർഘനാൾ അതിൻ്റെ ഉള്ളിൽ കിടക്കും. ക്രിമിനൽ വാസനയുള്ളവർ അവരുടെ ഉള്ളിൽ ഇത് ദീർഘകാലം കിടക്കും. ഇപ്പോൾ ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് പറയുന്നു. ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിനൊക്കെ മുമ്പേ ഒരുപാട് നേരത്തെ തല്ലിക്കൊന്ന് കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി 10-15 വർഷം മുമ്പ് കാണാതായത് ആലപ്പുഴയിൽ. പോലീസ് ഇപ്പോൾ ഈ അടുത്ത് വന്ന് അപ്പോൾ പോലീസ് അവിടെ വന്ന് സെപ്റ്റിക് ടാങ്ക് തല്ലിപ്പൊട്ടിച്ച് കുഴി മാന്തിയിട്ട് കുറേയൊക്കെ വാരിക്കൊണ്ടുപോയി. അത് കൊണ്ടുവന്നാണ്ട് ഇവിടെ പിന്നെ ഇതുണ്ടല്ലോ പിന്നെ ലാബ് ഫോറൻസിക് FSL കിടപ്പുണ്ട്. അത് ഇതുവരെ പരിശോധിച്ചൊന്നും ആയിട്ടുമില്ല. അപ്പം അന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതൊന്നും ഇതിനകത്തൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന്. അതവിടെ കിടപ്പുണ്ട്. അതിലെ പ്രതി ആനിൽ അല്ലെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇസ്രായേലിൽ നിന്ന് ആണെന്ന് തോന്നുന്നു. ഇസ്രായേലിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം പോലീസ് നടത്തി. ഇനിയിപ്പോൾ അത് പോലീസിന് താല്പര്യമില്ല, അത് അവിടെ തന്നെ കിടക്കട്ടെ എന്നുള്ള ഒരു കാര്യത്തിലായിരിക്കുന്നത്. അപ്പോൾ അന്ന് ഇത്രയോ കാലം മുമ്പേ തല്ലിക്കൊന്ന് കുഴിച്ചിട്ട കഥകളുണ്ട്. അപ്പോൾ ഈ ദൃശ്യ സിനിമ വന്ന ശേഷം ഇത് ദൃശ്യ മോഡൽ കൊലപാതകം എന്ന് പറഞ്ഞ് ഇതൊക്കെ ഒരുപാട് കാലം മുമ്പേ ഉണ്ടായിരുന്ന കാലം. പക്ഷേ ഈ പറയുന്ന സാധനം ലഹരിയുടെ ഉപയോഗം സിനിമയിൽ കാട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന യങ്സ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ താൻ ഒരു എന്താ പറയുക ഒരു മറ്റൊരാളായി, അതായത് ഒരു സൂപ്പർ ഹീറോയായി മാറും എന്നൊരു ചിന്ത കുട്ടികൾക്ക് വരും, യങ്സ്റ്റേഴ്സിന് വരും. അത് സംശയമില്ലാത്ത കാര്യമാണ്, അവർക്ക് വരും. ഇപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയിലെ നായകൻ കുഞ്ചാക്കോ ബോബനാണ്. സ്ഥലം CI ആയിട്ടുള്ള കുഞ്ചാക്കോ ബോബനാണ് നായകൻ. പക്ഷേ സോഷ്യൽ മീഡിയ തുറന്നു നോക്ക്, ആഘോഷിക്കപ്പെടുന്നത് മറ്റേ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, നേരത്തെ കോമഡി റോളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ക്രിസ്റ്റി എന്ന പേരാണെന്ന് എൻ്റെ ഓർമ്മ, ക്രിസ്റ്റി എന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹത്തെയാണ് ആഘോഷിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം ആഘോഷിക്കപ്പെടുന്നു? അതൊരു വലിയ ചോദ്യമല്ലേ. നമ്മുടെ തലമുറ എന്തിന് ഈ പറയുന്ന ഗ്ലാസ് ട്യൂബ് വെച്ച് ഈ സാധനം വലിച്ച് മൂക്കി കയറ്റുന്ന ഇയാളെ ആഘോഷിക്കുന്നു? അതുപോലെയാണ് ഈ പണി സിനിമയിൽ. അത് പക്ഷേ
അയാൾ അസാധ്യ നടനാണ്, ആ സിനിമയിൽ അയാൾ മികച്ച നടനാണെന്ന് തെളിയിച്ചു. അല്ല, അതിൽ ലഹരി ഉപയോഗിക്കുന്നതായി കാണിക്കും. അല്ല, ലഹരി ഉപയോഗിക്കുന്നില്ല, ആ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന അത് പിന്നെ അയാളുടെ അതിലും ജോജുവിനേക്കാൾ ആഘോഷിക്കപ്പെടുന്ന അയാളാണ്. ആണ്. അയാൾ ഭയങ്കര ഗംഭീര ഡോൺ ആണ്. ഡോൺ സെബാസ്റ്റ്യൻ. അയാൾ ഗംഭീരമായ വേഷം ചെയ്തു. അത് എന്തുകൊണ്ട് ഗംഭീരമായ വേഷം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം അഭിനയിക്കാൻ വലിയ കാര്യമൊന്നും വേണ്ട. ക്രിമിനലായി അഭിനയിക്കാൻ വളരെ എളുപ്പമാണ്. അതേസമയം ഇമോഷൻസ് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുകയില്ല. ഒരാൾ ഒരു ഇമോഷൻസ് ഇവർക്ക് ഇഷ്ടവുമല്ല. സ്ലോ ആയിട്ടുള്ള ഇമോഷൻസ് ഇവർക്ക് ഇഷ്ടമല്ല. പതുക്കെ കാണിക്കുന്ന ഇമോഷൻസ് ഇവർക്ക്. പടം ഫാസ്റ്റായിട്ട് പോകണം, അടിപിടി, ഇങ്ങനെയുള്ള ഈ ഡ്രഗ് ഉപയോഗം, ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ തന്തോയിബ എന്ന് പറയും. അങ്ങനെ പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. അത് അവിടെ ഇരിക്കട്ടെ എന്ന് ഞാനും പറയും. അത്രേ ഉള്ളൂ. അത് അവിടെ ഇരിക്കട്ടെ. മൊത്തത്തിൽ പിള്ളേരെ മൊത്തം ഇങ്ങനെ ഈ വഴിക്ക് വിടാൻ പറ്റുമോ? ഇങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ദിവസം എത്ര വാർത്തകളാണ്, എത്ര വാർത്തകൾ. അപ്പോൾ ഇത് സിനിമകൾ ഇവരെ സ്വാധീനിക്കുന്നുണ്ട്. അതിന് ആര് ഇല്ല എന്ന് പറഞ്ഞാലും ഈ ഇത്തരം സിനിമകൾ ഇവരെ സ്വാധീനിക്കുന്നുണ്ട്. ആ സിനിമകളെ സ്വാധീനിക്കുന്നുണ്ട്. ഇവർ സിനിമകളെ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചുമ്മാതെങ്കിലും ഈ പറയുന്ന പോലെ പണ്ട് ഒരു സിനിമ ഇറങ്ങിയ ശേഷം ഈ പിന്നെ ഒരു നടൻ, ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഫാൻസ് എല്ലാം കൂടെ ഒന്ന് നമ്മളെടുത്ത് പഞ്ഞിക്കിടും. ഒരു നടൻ ഇത് ഇങ്ങനെ സിഗരറ്റ് എടുത്ത് വെച്ച് ഇങ്ങനെ തട്ടിയിട്ട് ഇത് ചുണ്ടി വെക്കും, കളയും. ഇതാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന. എൻ്റെയൊക്കെ കൂട്ടുകാർ ഈ പറയുന്ന പോലെ പേപ്പർ ചുരുട്ടുമായിരുന്നു. പേപ്പർ ചുരുട്ട് ഇതിങ്ങനെ വായിൽ വെക്കും, ഇത് 2 തട്ട് കെട്ടും, പിന്നെ കളയും. സംഭവം ഇതാണ് പരിപാടി. ഇത് അനുകരിക്കുകയാണിത്. ഇത് ഒരുപാട് കാലം ഇത് അവരുടെ ഉള്ളിൽ ഇതുണ്ട്. അതിനകത്ത് പറയുന്നുണ്ടല്ലോ ഒരുപാട് പേർ വഴിതെറ്റിപ്പോകുന്നു എന്ന്. അങ്ങനെ ഡയലോഗ് ആ സിനിമയിൽ പറയുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട സിനിമയാണതൊക്കെ. സ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സ്കൂൾ കാലത്ത് നമ്മൾ ചെറിയ കുട്ടികളാണ് അന്നേരം. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് ഇത് ഉണ്ടാവുമെങ്കിൽ ഇപ്പോൾ ഈ സാധനം കാണിച്ചിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ മിക്കവാറും നല്ല ഉപ്പും വാരിയിട്ടിട്ട് ഇത് മൂക്കി വലിച്ചു കയറ്റും. അവസാനം ശ്വാസകോശം അടയും. ഉപ്പ് മൂക്കി കൂടെ കയറി കഴിഞ്ഞാൽ തലമണ്ടയിൽ കയറിയിട്ട് ഇവന്മാർക്ക് കിളി മാറിപ്പോവും. ഈ സിനിമയിലെല്ലാം ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന, ലഹരിയിൽ അഭിരമിക്കുന്ന. അതിൽ നമ്മൾ വിട്ടുപോയ ഒരു സിനിമയുണ്ട്, ഭീഷ്മപർവം. ഭീഷ്മപർവം. നമ്മൾ അതിനെയാണ് നമ്മൾ വിട്ടുപോയത്. അതിൽ ഈ കാണിക്കുന്നത് അങ്ങേ അറ്റത്തെ ഇതാണ് കാട്ടിവെച്ചത്. ഇതിനകത്തൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിൽ ലൈൻ വരയ്ക്കുന്നത് വരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ കട്ട് ചെയ്ത് കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. റിലീസിൻ്റെ അന്ന് ഈ ലൈൻ വരയ്ക്കുന്ന പരിപാടി എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ആ പടത്തിൽ, ആ സിനിമയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിന് ലൈൻ ഉണ്ടല്ലോ. ഇപ്പം 4 പേരുണ്ടെങ്കിൽ 4 ലൈൻ, 3 പേരുണ്ടെങ്കിൽ 3 ലൈൻ. ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ചെറിയതാണ്, ചെറിയൊരു വര. ഇതങ്ങോട്ട് ഒരാൾ കുനിയുക, ഇത് പിടിക്കുക, വലിച്ചു കയറ്റില്ല. പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവർ നമ്മളെ പഠിപ്പിക്കുന്നേ. ക്ലാസ് എടുക്കുവാണെങ്കിൽ ഇപ്പം ഇതെടുത്ത് ഇത് കഴിയുമ്പോൾ ജോണാട്ട കമന്റ് ബോക്സ് എടുത്ത് വായിച്ചു നോക്ക്. അങ്ങനെയൊന്നും അല്ലടാ പൊട്ടാന്ന് പറയും. ഇതിന് വേറെ വഴിയുണ്ടെന്ന് അറിയത്തില്ലെങ്കിൽ ഉണ്ടായിരിക്കണമെന്ന് പറയും. ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ശരി.